ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ പറ്റി നമ്മൾ എത്ര സംസാരിച്ചിട്ടും സംശയം പിന്നെയും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അക്കാര്യങ്ങളല്ല. ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചിട്ട് കുറേ പേരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു മാസമായി ഉണ്ടാവും അല്ലേ? എന്തായാലും ഒരു 4 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പം അതിനിടയ്ക്ക് തന്നെ 48 ദിവസം വെച്ച് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ കണ്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ച് അതിൻ്റെ റിസൾട്ട് വിളിച്ച് നമ്മളോട് പറയുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എല്ലാവരുടെ കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നില്ല, കാരണം കുറേ പേര് ഇത് പലരും അറിയാതെ വെച്ചിട്ട് വീട്ടിലെ സാഹചര്യമൊക്കെ കണക്കിലെടുത്തിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ എന്താ പറയുക, ആരും അറിയാതെ ചെയ്ത കുറേ ആൾക്കാരെ ലൈഫുണ്ട്. മാത്രമല്ല അതാണ് ശരിക്കും പറയേണ്ടിയിരുന്നത് കേട്ടോ. അതാണ് ശരിക്കും നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ച് അത് ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് അവരെ വീട്ടിലുള്ളവർക്ക് കാണുമ്പോൾ ആളെ പെട്ടെന്ന് മനസ്സിലാവും, കാര്യം മനസ്സിലാവും. അത്തരത്തിലുള്ള വിഷയത്തിലൊക്കെയാണ് അവർക്ക് തീരുമാനങ്ങൾ കിട്ടിയതും ജീവിതത്തിലെ മാറ്റങ്ങൾ വന്നതും ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ബാക്കിയുള്ള ആളുകളുടെ കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ആരും പേടിക്കണ്ട. ഓക്കെ, പേടിക്കണ്ട എന്നല്ല കേട്ടോ. ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ എന്താ, എവിടെയാ, എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവരൊക്കെ കാര്യങ്ങൾ അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പം അതും പറയാം. പിന്നെ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്, ചിലവർക്കെങ്കിലും ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെച്ചിട്ട് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോവുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെക്കാൻ പറ്റുന്നില്ല, അത് വെച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരോടും കൂടി എന്താണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ ഒരാളൊന്നുമല്ല. ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നപ്പം അത് കുറച്ച് പേരായിട്ട് ഷെയർ ചെയ്തു. ഇത്ര മാത്രമാണ് എനിക്ക് ഇതിലുള്ള അറിവ് കേട്ടോ. അതിൽ കൂടുതൽ ഇതിൻ്റെ ഭയങ്കര കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അനുഭവത്തിൽ എനിക്ക് എന്തൊക്കെ ഒരു കാര്യങ്ങളുടെ സൂത്രം കൂടെ പറഞ്ഞു തരുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ഞാൻ ചെയ്തു. അതായത് പലരും എൻ്റെ അടുത്ത് ഉപ്പ് ദീപം ചോദിച്ചിട്ടുണ്ട്, വെറ്റില ദീപം ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം, അത് ചെയ്ത് പിറ്റേന്ന് റിസൾട്ടും കിട്ടി. അത് അടിപൊളിയാണ്. അത് ഞാൻ നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അറിയാലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതിൽ സന്തോഷമുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. അതായത് ഒരു ചേച്ചി ആരാ ആദ്യം പറയണ്ടേ? ഫസ്റ്റ് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അതായത് എൻ്റെ കേക്കിൻ്റെ ചാനൽ കണ്ടിട്ട് നമ്മളോട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചി എന്നെ രാത്രിയാണ് വിളിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത്, അതായത് നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും അവർക്ക് മെസ്സേജ് അയക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 11 ദിവസമായിട്ടേ ഉള്ളൂ. അതും അവർ വിളക്ക് വെച്ചിട്ടില്ല കേട്ടോ. വിളക്ക് വെച്ചതല്ല, അവർ മാനിഫെസ്റ്റ് അത് എഴുതാൻ വേണ്ടി പറഞ്ഞില്ലേ, അപ്പോൾ എഴുതുന്ന കാര്യമാണ്. എഴുതി 11ാമത്തെ ദിവസം, അതായത് 11 ദിവസം എഴുതണം എന്നാണ് അവർ തീരുമാനിച്ചത്. പക്ഷെ 10ാമത്തെ ദിവസം അതാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഫിനാൻഷ്യലി അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു മുൻപ്. പക്ഷെ ആ സമയത്ത് ആരുടെയോ കയ്യിലേക്ക് ഇവരുടെ കുറേ ചെറിയ പൈസയൊന്നുമല്ല കേട്ടോ, വലിയൊരു ഹ്യൂജ് എമൗണ്ട് തന്നെ വേറൊരാളുടെ കയ്യിലുണ്ട്. പക്ഷെ അത് പിന്നീട് ഇവർക്ക് കിട്ടുന്നില്ല, തിരിച്ച് കിട്ടിയില്ല, പല കാരണങ്ങൾ കൊണ്ട് കിട്ടിയില്ല. അതിനുശേഷം ഇവരുടെ ലൈഫിലും കുറേ മാറ്റങ്ങളൊക്കെ വന്ന് ജീവിത സാഹചര്യങ്ങൾ, സാമ്പത്തിക സ്ഥിതി എല്ലാം മാറിപ്പോയി. അതായത് റെന്റിനാണ് ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് ഇവരെ ലൈഫ് ചേഞ്ച് ആയിപ്പോയി. ഇപ്പം അവർക്ക് നിലവിൽ ബുദ്ധിമുട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അവർക്ക്. അതുകൊണ്ടാണല്ലോ ബേക്കിംഗ് ഒക്കെ നോക്കുന്നത്. അതായത് ഹോം ബേക്കറായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചേച്ചി നോക്കുന്നത് അതുകൊണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ചേച്ചിക്ക് ഒരു അത്യാവശ്യം വരികയാണ്. ഫിനാൻഷ്യലി ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ചേച്ചി ഈ പൈസേനെ ചേച്ചി ഓർത്തിട്ടേ ഇല്ല. കാരണം അത് പോയി എന്ന് കണക്കാക്കിയതാണ് കേട്ടോ. കിട്ടുന്നവർ സ്വപ്നത്തിൽ ചിന്തിക്കാത്ത ഒരു പൈസയാണത്. അത് പോയി, അതെന്തായാലും പോയി. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ വലിയൊരു പ്രശ്നം സോൾവ് ആവുകയും ചെയ്യും. പക്ഷെ അത് കിട്ടാൻ പോകുന്നില്ല. ചേച്ചി അത് വിട്ടു. ചേച്ചി കാണുന്നുണ്ടാവും വീഡിയോ. അപ്പോൾ അവരത് വിട്ടു. പക്ഷേ ഇത് 10ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഇവരെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആയി, വലിയൊരു എമൗണ്ട് ക്രെഡിറ്റ് ആയി. അപ്പോൾ വെച്ചാൽ നമ്മൾ കാലങ്ങളായിട്ട് മറന്നു പോകുന്ന കടങ്ങളുണ്ടാവൂലേ, അങ്ങനെ ഒരു പൈസ. എന്നിട്ട് ഇവരുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജും, കോളൊന്നുമില്ല, ഒരു മെസ്സേജാണ് വരുന്നത്, നിങ്ങൾ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും തീർത്തിട്ടുണ്ട്, ഒന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ഞാൻ വിചാരിക്കാം, ചേച്ചിക്ക് ആ പൈസ ഉള്ള സമയത്താണ് ചേച്ചി ഈ പൈസ അവർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണ് അതിനിടയ്ക്ക് ആ പൈസ ഉള്ള കാലഘട്ടത്തിൽ തന്നെ ആ പൈസ ഇവരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ അത്രത്തോളം അതിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് എവിടെയോ സ്റ്റോർ ചെയ്ത് വെച്ച പോലെ
ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘട്ടം വന്നപ്പം ആ പൈസ അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടി. ആലോചിച്ച് നോക്കിട്ടോ. അപ്പോൾ അത്രയും ഒരു സന്തോഷം വന്നപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, 10ാമത്തെ ദിവസമാണ്, ഇത് ഒരിക്കലും ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സംഭവിക്കൂല എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു അവരെ സംബന്ധിച്ച്. പക്ഷെ അത് നടന്നപ്പം അവർ വിശ്വസിക്കുന്നത് ഞാനിത് എഴുതിയത് കൊണ്ട് കിട്ടി എന്നുള്ളതാണ്. അതാണോ അല്ലയോ എന്നുള്ളത് ദൈവത്തിനിട്ടു. പക്ഷെ നമ്മളൊരു വിശ്വാസം ഉണ്ടല്ലോ, ഞാനിത് എഴുതി 10ാമത്തെ ദിവസത്തിൽ കിട്ടി എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. ഒരാളുടെ കാര്യമാണേ. വേറൊരാള് പിന്നെ എന്താ പറയാ, ഇവരുടെ ജീവിതത്തിൽ കുറേ ലോണ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ അവരെ മനസ്സിൽ അവരെ മകനെ പറ്റിയുള്ള എന്താ പറയുക, മകനൊരു മകൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് വീഡിയോന് വേണ്ടി പറയുകയാണ് കേട്ടോ. മോൻ അങ്ങനെയാണ് ഞാൻ പറയാം. ഞങ്ങളെ ഭാഷ ഇതൊക്കെയാണ്. പക്ഷെ അത് ചില സമയത്ത് ഈ കൊയിലാണ്ടി ഭാഷേനെ പറ്റി പലരും കളിയാക്കി പറയും. ഭയങ്കര കോമഡിയാണ് ഞങ്ങളെ ഭാഷ. അതുകൊണ്ടാണ് കേട്ടോ. മോൻ മകൻ എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു മാതിരി. അപ്പോൾ ഇവരെ മോനെ പറ്റിയുള്ള ചിന്തയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ജീവിതത്തിന് മോനൊരു നിലയിൽ എത്തിക്കാണണം, ഇതാണ് ഇവർ ആഗ്രഹിച്ചത്. പക്ഷേ ഇവർ വിളക്ക് വെച്ചപ്പോൾ ഇവരെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ താലി പോലും എടുത്തിട്ടാണ് ഇവർ വീട് പണിയൊക്കെ തീർത്ത് നല്ല രീതിയിലൊരു വീടായിട്ട് താമസിക്കുന്നത്. അപ്പോൾ ഇവരെ കഴുത്തിൽ ഒരു താലി വേണം എന്നുള്ളത് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം. കാരണം വീട് പണിയൊക്കെ കഴിഞ്ഞ് താമസമൊക്കെ ആയിട്ട് ഇപ്പോൾ വർഷങ്ങളായി, ലോൺ ഇതുവരെ അടച്ച് തീർത്തിട്ടില്ല. അപ്പോൾ ലോൺ അടച്ച് തീർക്കാണ്ട് ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല നമുക്കൊരു സ്വർണത്തിൻ്റെ ചെയിൻ. അപ്പം ഇന്നത്തെ ഈ ഒരു വില, സ്വർണത്തിൻ്റെ വിലയുള്ള സമയത്ത് ഈ ഒരു ചെയിൻ ഇവർക്ക് വാങ്ങുന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വിളക്ക് വെച്ച് അവർ പറയാ, ആ വിളക്ക് വെക്കുന്നത് വരെ അത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കില്ല. പക്ഷെ വിളക്ക് വെച്ചപ്പം ഇവർക്കൊരു പ്രതീക്ഷ, ഇത് നടക്കും. അത് നമ്മളെ മനസ്സിനെയാണ് കേട്ടോ ഇതൊക്കെ സെറ്റാക്കുന്നത്. നമുക്കൊരു എന്താ പറയാ, എന്തും നടക്കും. പക്ഷെ ആരെങ്കിലും ഒരാൾ നമ്മളിങ്ങനെ തള്ളിത്തരണം, ഒന്നിങ്ങനെ പുഷ് ചെയ്ത് തന്നാൽ എന്തും നടക്കും. അപ്പൊ ഇവരെ ജീവിതത്തിൽ ഇവർ ഇങ്ങനെ ആഗ്രഹിക്കണം, ചെയിന് വേണം, ചെയിന് കിട്ടും എന്നുള്ളത്. അങ്ങനെ അവര് വീട്ടിലതൊന്ന് ഭർത്താവിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഇവര് പോലും അറിയാതെ അത് അവർക്ക് അതിശയമായി പോയത് അതുകൊണ്ടാണ്. കാരണം ലോണൊക്കെ ഓരോ അടവ് തെറ്റിയിട്ട് പോലും എടുക്കാതെ ഭർത്താവ് ഒരു പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. ആ പൈസ ഇവർക്ക് കൊണ്ടു കൊടുത്തിട്ട് ചെയിന് വാങ്ങിച്ചോളാൻ പറയാണ്. അതായത് മോൻ്റെ എന്തോ ഒരു സ്വർണവും ചെറിയൊരു മോതിരം എന്തോ ഉണ്ട്, അത് വെച്ചിട്ട് പിന്നെ ഈ ഒരു പൈസയും കൂടെ കൊടുത്തിട്ട് സ്വർണം വാങ്ങിച്ചോളാൻ പറയാണ്. അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും കാലം നമ്മളത്, ഈ 2 കാര്യവും വീട്ടിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഇങ്ങനെ പൈസ സ്വരുക്കൂട്ടി വെക്കുന്നതുകൊണ്ട് മോൻ്റെ ആ ഒരു ചെറിയൊരു റിങ്ങും വീട്ടിലുണ്ട്. പക്ഷേ ഇവരൊരിക്കലും ഇതൊരു ചെയിനായിട്ട് രൂപപ്പെടുന്നോ, ഇതെങ്ങനെ ഈ സമയത്ത് നടക്കുന്നോ വിചാരിക്കുന്നില്ല. പക്ഷെ ഈ ഒരു വിളക്ക് വെച്ചതിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അന്ന് തന്നെ പോയിട്ട് അവരുടെ കഴുത്തിൽ ചെയിന്, ആ ഒരു താലി ഇട്ടിട്ട് നമുക്കത് കാണിച്ചു തരുന്നതിനുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പൊ അവരും വിശ്വസിക്കുന്നത് അത് ഈ ഒരു വിളക്ക് വെച്ച് തുടങ്ങിയതിന്റെ ഐശ്വര്യമാണെന്ന്. മാത്രമല്ല വീട്ടിലുള്ള അന്തരീക്ഷം മൊത്തം മാറി, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഇപ്പൊ എനിക്ക് അവരെ കാണുന്ന സമയത്തും അവർ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടാണ് അവരുടെ ഫാമിലി ലൈഫിൽ എന്തോ ഒരു വെളിച്ചം വന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഒന്ന് അതാണേ. വേറൊരാളുടെ കാര്യം പറയട്ടെ, അതൊരു രസകരമായൊരു കാര്യമാണ്. വേറെ കുറെ കാര്യങ്ങളുണ്ട് അവർ പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ ഈ വിളക്ക് വെച്ചതിന്റെ പേരിൽ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് നിങ്ങളടുത്ത് പറയുന്നില്ല. അവരത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഇത് മാത്രം ഞാൻ പറയട്ടോ, അവരുടെ ഹസ്ബൻഡ് അങ്ങനെ ഒരു ഹാപ്പി മൂഡുള്ള ഒരാളല്ല. അങ്ങനെ ഒരു ചിരിച്ച് ഒരു തമാശയൊക്കെ പറഞ്ഞ് എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അവരറിയുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും, അതുകൊണ്ടാണ്. അപ്പോൾ അവര് ചേച്ചി പറയാ, ഞാൻ വിചാരിക്കുകയാണ് ഒരു ചിരി ഒരാളുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയൊക്കെ. ഒരു വിളക്ക് വെച്ചിട്ട് ഒരു മനുഷ്യൻ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്ന ഒരു അവസ്ഥ ശരിക്കും ആലോചിച്ചിട്ടില്ലേ? നമ്മളെ ചുണ്ടൻ ഇങ്ങനെയാക്കിയാൽ ചിരിയായില്ലേ? അത് ഇല്ലാത്ത ഒരാളടുത്ത് നിന്ന് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്ന് ആലോചിച്ച് നോക്കല്ലേ. അവരെ ഹസ്ബൻഡ് ചിരിച്ചു. അത് ഭയങ്കര, എനിക്ക് ശരിക്കും ഇത് കേട്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. എന്താന്ന് വെച്ചാല് ചേച്ചി പറയാം, ഈ ഒരു പിന്നെ ആള് ഫോട്ടോ എടുക്കുന്ന സമയത്തൊന്നും ചിരിക്കില്ല. പക്ഷെ മോൻ ഫോട്ടോ എടുക്കുമ്പോൾ പോലും ഇവരറിഞ്ഞിട്ടില്ല ഭർത്താവ് ചിരിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി നോക്കുമ്പോഴാണ്, ഫോട്ടോത്തിലാണ് മനസ്സിലായത് ചിരിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അവരത് സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്കും എല്ലാവരും, സ്റ്റാറ്റസ് കണ്ട് എല്ലാവരും ഇവരുടെ ചോദിക്കുകയാണ് എന്തു പറ്റി, എന്താ കഥ, ചിരിക്കുന്നത്. അതായത് അത്രയ്ക്ക് അപൂർവമായിട്ടാണ് ആ മനുഷ്യൻ ചിരിക്കുന്നത്. അത് ഇവരുടെ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ പ്രയാസങ്ങളുണ്ട്. ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ കുറേ പ്രയാസങ്ങൾ. ഇതൊന്നും എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അല്ല കേട്ടോ, അങ്ങ് ദൂരെ നാട്ടിലുള്ള ആളുകളാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ചേച്ചി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലുള്ള ആ ഒരു അന്തരീക്ഷം അത് ഭയങ്കര ഡൗൺ ആണ്. വീട്ടിലേക്ക് കയറി വരുമ്പോഴേ പ്രശ്നമാണ്. എന്നുവെച്ചാൽ വീട്ടിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ പേരിൽ ഇവർ
ആ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിന് പോലും ഒരു വിള്ളൽ വരുന്നത് പോലുള്ള ഒരു തോന്നൽ ചേച്ചിക്ക്, ആ ഒരു പേടി ഫാമിലി അവർ ഭാര്യ ഭർത്താവ് മക്കൾ എന്നുള്ള രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് ഇല്ല, സംസാരമില്ല, പരസ്പര സംസാരം നഷ്ടപ്പെട്ടു പോയി. ഭർത്താവ് പോലും ചിരിക്കാൻ മറന്നുപോയി, എന്നോട് സംസാരിക്കുന്നില്ല. ഇവർക്കും അങ്ങനെ തന്നെയുള്ളൊരവസ്ഥ. അപ്പോൾ ഭയങ്കര ഒരു നിലം പറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നത്. അതാണ് ചേച്ചീൻ്റെ അടുത്തേക്ക് പറഞ്ഞ സങ്കടങ്ങൾ. പക്ഷെ ഇപ്പം ചേച്ചി പറയാം എങ്ങനെ മാറിയതാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വീട്ടിൽ മോനുമായിട്ട് തമാശ പറയുന്നത്, കളിക്കുന്നത്, ഇപ്പം എന്താ പറയുക, ഒരു പരസ്പരം അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടിയതുപോലെ. എന്നുവെച്ചാൽ ഇവർക്ക് സംസാരിക്കാൻ സമയം കിട്ടുന്നുണ്ട്. അവർ എന്താ പറയുക, എല്ലാവരും ഭയങ്കര ഹാപ്പി, വീട് മൊത്തം ഹാപ്പിയായി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ അവരുടെ ജീവിതത്തിൽ നടന്നു. ഇതൊക്കെയാണ് ഇവർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് വേറൊരാളുടെ കഥ കേട്ടോ. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. അതെനിക്ക് ശരിക്കും ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. ഒരു ചേച്ചി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആദ്യമേ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചാനൽ തുടങ്ങി ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് കോൺടാക്ട് ഉള്ള ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അവർ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ്, പിന്നെ മോളെ എനിക്കിങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മോൻ നന്നായിട്ട് പഠിച്ച കുട്ടിയാണ്, പക്ഷെ എന്തുകൊണ്ടോ ഒരു സ്ഥലത്ത് അവർക്ക് ജോലി ശരിയാവുന്നില്ല. മോൻ പഠിക്കുന്നതിന് മുമ്പ് തൊട്ടേ +2 ആ ഒരു ലെവലിൽ തൊട്ടേ അവന് ഒരു എയിം ഉണ്ട്, ഇന്നടുത്ത് ജോലി ചെയ്യണം, ഇന്ന ജോലി ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല, ആളെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടോ. കാരണം ഇതൊക്കെ ഇവരെ ജീവിതത്തിന് എങ്ങനെ ബാധിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഓക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സന്തോഷപൂർവ്വം അവരുടെ അടുത്ത് നിന്ന് ലൈവ് വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ മോൻ്റെ ആഗ്രഹം ലണ്ടനിൽ പോയിട്ട് ജോലി ചെയ്യണം എന്നുള്ളതാണ്. ലണ്ടനിൽ ജോലി ചെയ്യണം, ഇന്ന ജോലി ചെയ്യണം, ഇത്ര സാലറി, ഇതൊക്കെയാണ് മോൻ്റെ സ്വപ്നം. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിലൊന്നും സംശയമില്ല. കാരണം എന്താ വെച്ചാൽ ഇവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇവൻ എല്ലായിടത്തും സക്സസ് ആയിട്ടാണ് വരുന്നത്. ഒരു മാർക്കിന്റെ കാര്യത്തിൽ ഒന്നിനും അവൻ ബാക്കോട്ടല്ല. പക്ഷേ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇവന് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ ഇവനാണെങ്കിൽ ആ ജോലി കിട്ടിയില്ലെങ്കിൽ വേറൊന്നിലേക്ക് ഇവന്റെ മനസ്സ് പോകുന്നില്ല. അത് തന്നെയാണ് ഇവന്റെ ലക്ഷ്യം. അങ്ങനെ കുറേ വർഷങ്ങളൊക്കെ പോയി. ഇപ്പം ശരിക്കും ഇവന്റെ ഏജൊക്കെ ഔട്ട് ആവാനായി, അത്രയും ഒരു ലെവലിലേക്ക് ഇവൻ എത്തി. ഇനിയിപ്പം എങ്ങനെയാണ് ഒരു കരിയർ സെറ്റ് ചെയ്യാന്നുള്ളത് ഇവന് അറിയില്ല. അങ്ങനെ ഇവനെ ചെല്ലിയിട്ട് ഇവൻ അതുകൊണ്ട് തന്നെ ജോലി സെറ്റ് ആവാത്തതുകൊണ്ട് തന്നെ കല്യാണങ്ങൾ നോക്കുന്നില്ല, കല്യാണം വേണ്ട, അങ്ങനെയുള്ളതൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, അച്ഛൻ പണ്ടേ മരിച്ചു പോയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ആയപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ആദ്യമായി. കാരണം മോനെ കുറിച്ചുള്ളൊരു ജോലി ശരിയാവുന്നില്ല, അവനാണെങ്കിൽ വേറൊരു ജോലിക്ക് പോകുന്നില്ല, അത് ജോലി ശരിയാവാത്തതുകൊണ്ട് തന്നെ ഇവൻ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അമ്മയ്ക്ക് ഉറക്കില്ലാണ്ടായി. അപ്പോൾ നമ്മൾ കുറേ കാലം കഴിയുമ്പം പിന്നെ ആ ലക്ഷ്യം വിടുമല്ലോ, ജീവിതത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഏത് ജോലിയും ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് എത്തും. അങ്ങനെ ഇവൻ പിന്നെ നാട്ടിൽ തന്നെ കിട്ടുന്ന ജോലിക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിയെങ്കിലും പക്ഷെ അവിടെ ഒന്നും അവന് തുടർന്ന് പോകാനുള്ളൊരു സാഹചര്യം ഇല്ലാണ്ടായി പോവാം. പല കാരണങ്ങൾ കൊണ്ട് കിട്ടുന്ന ആ ജോലി പോലും ഇല്ലാതായി പോവാം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ സാലറി. കാരണം ഇപ്പം എല്ലാവർക്കും വേണ്ടത് ഫ്രഷേഴ്സിനെയാണ് അല്ലേ. വെച്ചാൽ ഫ്രഷ് ആയിട്ട് IT പഠിച്ച ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെയാണ് വേണ്ടത്. കാരണം കുറേ വർഷങ്ങൾക്ക് മുന്നേ അല്ലെ പിന്നെ എക്സ്പീരിയൻസ് നന്നായിട്ട് വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ കിട്ടൂലല്ലോ. അപ്പം ഇവര് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ പഠിത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എവിടെയും ഒരു സ്ഥിരത ഇല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഇതൊക്കെ കാണുന്ന സമയത്ത് ജോലി കിട്ടുമ്പോഴും അതിനെ ബാധിക്കുമല്ലോ. അങ്ങനെ ഇവർക്ക് കുറഞ്ഞ സാലറിയിലാണ് വർക്ക് കിട്ടുന്നത്. എന്നിട്ടും ഇവൻ പോവുകയാണ് കേട്ടോ, അമ്മയുടെ സങ്കടം കണ്ടിട്ട് പോവുകയാണ്. അതിനുശേഷം അമ്മ പറയാ, ഞാൻ ഈ വിളക്ക് വെച്ചു, പ്രാർത്ഥിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയ്ക്ക് അത്ര വയ്യ, അതുകൊണ്ട് തന്നെ മോൻ എന്തായാലും ഒരു ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ അങ്ങനത്തെ ഒരു നല്ല അടിപൊളി സിറ്റിയാണ് അവരുടെ നാട്. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത് നമ്മളെ നാട്ടിൽ തന്നെ പോയി വരാൻ പാകത്തിനുള്ള ഒരു ജോലി, അത് നല്ല സാലറിയുള്ള ഒരു ജോലി കിട്ടണമെന്ന്. ഇതാണ് അമ്മ പ്രാർത്ഥിച്ച് വെക്കാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷെ പിന്നെ അമ്മയ്ക്ക് ആലോചിച്ചപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് അറിയാണ്ടായി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ചാൽ പ്രായം കൂടി വരില്ലേ, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വെക്കണോ അല്ലെങ്കിൽ ഇത് വെക്കണോ എന്നൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ മോളെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, ഇതിലിപ്പോൾ ഏതാണ് ഇവന് വേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞ്, അമ്മ എനിക്കിപ്പോൾ ഞാൻ വെച്ചത് ഒരിക്കലും ഒരു പ്രത്യേക പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞിട്ടല്ല. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ആഗ്രഹവും പറയാണ്ട് മനസ്സ് സമർപ്പിച്ചങ്ങ് വെക്കാം. ഇന്നത് വേണമെന്ന് വിചാരിച്ച് വെക്കാണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് തന്നെ അവരത് സംസാരിച്ചപ്പോഴാണ് ഞാനിത് നിങ്ങളോടും കൂടി പറയണമെന്ന് വിചാരിച്ചത്. ഒരു വീഡിയോ നമ്മൾ ചെയ്തില്ലേ, ഒന്നും ആഗ്രഹിക്കാതെ വിളക്ക് വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും കിട്ടും എന്നുള്ളത്. അപ്പോൾ അതുപോലെ അമ്മനോട് ഞാൻ പറഞ്ഞേ, അമ്മ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആഗ്രഹം പറയാണ്ട് വിളക്ക് വെക്ക്, നമുക്ക് നോക്കാലോ. ഐശ്വര്യം എന്തായാലും മനസ്സിനൊരു സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു വാർത്ത എന്തായാലും വരും, ഉറപ്പായിട്ടും വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 21ാമത്തെ ദിവസം ആയപ്പോൾ എനിക്കൊരു കോൾ വരികയാണ്. ശരിക്കും ഞാനത് കേട്ട് കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത്രയും
അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിന്നിലുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് ഇത് നടന്നതിന് ശേഷമാണ് അവരെന്നെ വിളിച്ചിട്ട് മോളെ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ ഇവരുടെ ആ വേദന മുഴുവൻ അവരെന്നോട് ഷെയർ ചെയ്തിട്ട് ഞാനും അത് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് ആയിക്കോട്ടെ, മോള് പ്രാർത്ഥിക്കണം, മോനൊരു ഇന്റർവ്യൂ ഉണ്ട്, എവിടെയാണ് പ്ലേസിംഗ് എന്നൊന്നും അറിഞ്ഞൂടാ, ഇങ്ങനെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് 3 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, 3 കോൾ വന്നില്ല, അതിലിങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ വിളിച്ചിട്ട് പറയാ മോന് ലണ്ടനിൽ ജോലി കിട്ടിയത്. ആലോചിച്ച് നോക്ക് കേട്ടോ. അപ്പോൾ ഇവര് പറയാന്ന് വെച്ചാൽ ആ സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ ഇവർക്കത് കേട്ടിട്ടും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ അവർ പറയാ നമ്മൾ ബീപ്പ് സൗണ്ട് ഒക്കെ അടിക്കുന്ന മാതിരി, പിന്നെ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നും അറിയുന്നില്ല. കാരണം ആ ഒരു സ്വപ്നം ഇവര് പോലും മറന്നു പോയൊരു കാര്യല്ലേ. മോൻ ഒരു സമയത്ത് അത്രയും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചിലപ്പോൾ അന്ന് അവൻ അത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും. കാലം അത് സമയമായപ്പോൾ എടുത്തു കൊടുത്തതായിരിക്കാം. പക്ഷെ എന്തെന്നെ ആയിക്കോട്ടെ, ഈ ഒരു വിളക്ക് വെച്ചതിന് ശേഷം അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നില്ലേ അത് വെച്ചതുകൊണ്ട് സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അമ്മ പറയാ ഇത് വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതായത് ഇവരെ വിളിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്കാണ് പ്ലേസ് ചെയ്യുന്നത്, അപ്പോൾ അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. കാരണം അങ്ങോട്ടേക്ക് പോകാൻ എല്ലാവരും വില്ലിങ് അല്ല. 4 പേരാണ് അതിൽ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ 4 പേരിൽ 3 പേർക്ക് അസൗകര്യമുണ്ട് ദൂരെ പോയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരുടെ നാട്ടിലും ഉണ്ട് കേട്ടോ. അത് അമ്മയ്ക്ക് കിട്ടിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഇവരുടെ നാട്ടിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലണ്ടനിൽ പോയിട്ട് വർക്ക് ചെയ്യാം. ലണ്ടനിൽ പോയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാലറി കൂടുതലായിരിക്കും. അപ്പോൾ അമ്മ പറയാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിലാണ് മോനെ കിട്ടേണ്ടത്. പക്ഷെ ഇത് അവൻ ആഗ്രഹിച്ച് ദൈവം നമുക്ക് കിട്ടുന്ന പണിയുണ്ടല്ലോ അല്ലെ. അപ്പോൾ ഇവർ പറയാം ഞാൻ എന്താ അപ്പോൾ ചെയ്യണ്ടേ, മോൻ അത് ആഗ്രഹിച്ചൊരു ജോലിയാണ്, പക്ഷെ ഞാൻ കാരണം മോൻ ഇവിടെ ആയിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ, എവിടെ വേണം പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ തയ്യാറായിട്ടുള്ളവരാണ് ബാക്കി 3 പേര്. അവർ ഇവനെക്കാട്ടിലും കുറച്ച് ക്വാളിഫിക്കേഷൻ കൂടുതലും എക്സ്പീരിയൻസ് കൂടുതലുള്ള വ്യക്തികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് പറയുന്നു എന്നുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കില്ല അവരെ നിർത്തുക. എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു തോട്ട അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താണേ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോനെ ലണ്ടനിലേക്ക് വിടുന്നതായിരിക്കും നന്നാവുക. കാരണം നമുക്ക് നാളെ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഇല്ലാന്ന് അങ്ങനെ സംഭവിച്ചുകൂടായില്ലല്ലോ. അപ്പോൾ മോൻ്റെ കുഞ്ഞിലല്ല ആ ഒരു ഏജ് തൊട്ടുള്ള ഒരു സ്വപ്നമാണത്, ലണ്ടനിൽ പോയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനൊരു അവസരം കിട്ടുകയാണ്. അമ്മയ്ക്കിപ്പം ആരെങ്കിലും ഒരാൾ അടുത്ത് വേണമെന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും അമ്മയ്ക്ക് അമ്മേൻ്റെ അനിയത്തീൻ്റെ അടുത്ത് പോയി നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്തടുത്ത വീടാണ്. അപ്പോൾ അങ്ങനെ നിന്ന് തൽക്കാലം കുറച്ച് കാലമെങ്കിലും അവൻ അവിടെ ജോലി ചെയ്യട്ടെ അല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആ അമ്മേനോട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുക. ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് പറഞ്ഞു കൊടുത്തത്, ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് കേട്ടപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയൊരു കാര്യം കേട്ടോ. പണ്ടെപ്പോഴോ നമ്മൾ പോലും മറന്നുപോയൊരു സ്വപ്നം ഇന്ന് സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ. ഇതൊക്കെയാണ് സന്തോഷങ്ങളെ. ഓക്കെ, ഇനി ആരെന്താ കുറച്ച് കഥകൾ ഇപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ. ബാക്കിയുള്ള ആൾക്കാരുടെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കുറേ ആൾക്കാർ വിളിച്ചു പറഞ്ഞു കേട്ടോ. ഒരു 10-12 ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ ഫോണിൽ ഇങ്ങനെ തെളിവ് സഹിതം അവിടെ കിടക്കുന്നുണ്ട്. വോയിസ് ആയിട്ടും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും ഒക്കെ നമ്മൾ ഫോണിൽ കിടക്കുകയാണ് തെളിവ് സഹിതം. അപ്പോൾ നമുക്കതിങ്ങനെ ഓരോരോ വീഡിയോയിലായിട്ട് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിളക്ക് വെച്ചിട്ട് എന്താ ചേച്ചി എനിക്കത് പറ്റുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്താ ദൈവം കേൾക്കാത്ത എന്നൊക്കെയുള്ള പറയുന്ന ആൾക്കാരുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടൊരു കഥ കൂടി ഞാൻ പറയാം. ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് അവരുടെ കുറേ വിഷമങ്ങൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. അവിടെയും അവരെ ഭർത്താവ് അവരെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവാണ് കേട്ടോ. ചേച്ചിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വകവെക്കാണ്ട് ആണും പെണ്ണും ചെയ്യേണ്ട ജോലി എന്നുള്ള വേർതിരിവൊന്നും ഇല്ലാണ്ട് ഭർത്താവ് അത്രയും ഒരു കുഞ്ഞിനെ പോലെയാണ് ചേച്ചീനെ നോക്കുന്നത്. എല്ലാം കൊണ്ടും ചേച്ചി ശരിക്കും ബ്ലസ്ഡ് ആണ്. പക്ഷേ മോൻ്റെ കാര്യം വന്ന സമയത്ത് ചേച്ചിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ. അതെന്ത് ബുദ്ധിമുട്ടാണെന്ന് ഞാനിവിടെ പറയുന്നില്ല, കാരണം അതൊരു വിഷയമായി കിടക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൻ്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേച്ചി ഹെൽത്ത് വൈസ് ഭയങ്കര വീക്ക്, ചേച്ചിക്ക് പറ്റുന്നില്ല. അതായത് മുൻപ് ഓടിച്ചാടി നടന്ന് പലതരത്തിലുള്ള കഴിവുകളുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവ്, അങ്ങനെ ഊർജ്ജസ്വലമായിട്ടുള്ള ചില ആൾക്കാരുണ്ടാവില്ലേ, ഇങ്ങനെ ചിരിച്ചിന്ന് പറഞ്ഞ ഓടി നടക്കുന്ന ആൾക്കാർ, എന്തും ചെയ്ത് നടക്കുന്ന അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് എന്താ പറയുക ഒരു ബാക്ക് പെയിൻ വരുന്നതോട് കൂടിയിട്ട് ഒരാളുടെ സഹായം കൂടി
ബാത്റൂമിൽ പോലും ഒരാളുടെ സഹായം വേണം എന്നൊക്കെയുള്ള ഒരു സ്ഥിതി വരുന്ന സമയത്ത് മെന്റലി ഭയങ്കര ഡൗൺ ആവില്ലേ, അങ്ങനെയുള്ള ഒരു ചേച്ചി. അപ്പൊ ഇവരുടെ മോന്റെ കാര്യത്തിലാണ് ചേച്ചിക്ക് അതിനേക്കാൾ കൂടുതൽ സങ്കടം. അപ്പൊ ചേച്ചി വിളിച്ചിട്ട് എങ്ങനെ പറയും, ഒന്ന് എനിക്ക് വരുമാനം ഉണ്ടാക്കണം എന്നുവെച്ചാൽ ഹസ്ബൻഡിനെ സഹായിക്കണം എന്നുള്ളത് അത് അവരുടെ വലിയ ഡ്രീമാണ്. രണ്ട്, മോന്റെ കാര്യത്തിലുള്ള ഒരു കാര്യത്തിന് ഒരു ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞു, ചേച്ചി ഇതുപോലെ തന്നെ ഒന്നും പ്രതീക്ഷിക്കാണ്ട്, ഒന്നും പ്രത്യേകിച്ച് പറയാണ്ട് ചേച്ചി ഒന്ന് വിളക്ക് വെച്ച് തുടങ്ങി നോക്ക്. ചേച്ചീനെ സംബന്ധിച്ച് വിളക്ക് വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ആ നേരത്ത് ഉണരുക, വിളക്ക് വെക്കുക, ഇത് ചേച്ചീൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് കൂടെ ചേച്ചി റെഡിയാണ് കേട്ടോ. ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. ചേച്ചി എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, ചേച്ചിയുടെ വിശ്വാസം പോലെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി വിളക്കെല്ലാം വെച്ചിട്ട് എല്ലാം 21 ദിവസമാണ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, പലരുടെയും ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് മിക്കവാറും ഒരു 21ാമത്തെ ദിവസം അല്ലെങ്കിൽ 11ാമത്തെ ദിവസമായിരിക്കും ഒരു ചേഞ്ച് വരുന്നത് ലൈഫിൽ മിക്കവാറും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവര് പറയുന്നതെന്ന് വെച്ചാൽ 21ാമത്തെ ദിവസം 20ാമത്തെ ദിവസം എന്നെ വിളിച്ചിട്ട് ഇവര് കരഞ്ഞ്, സാധാരണ എനിക്ക് അങ്ങനെ ഫോൺ എടുക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ചാനൽ നോക്കിയാൽ അറിയാം, ഒരു 7 കിലോ കേക്കിൻ്റെ ഓർഡർ വന്ന ദിവസം അത്രയും രാവും പകലും ഇല്ലാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 4 മണി മുതൽ രാത്രി 12:15 വരെ വർക്ക് ചെയ്യാം, നിർത്താതെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാം. അതിനിടയ്ക്ക് ഞാൻ അങ്ങനെ കോൾ വന്ന് എനിക്ക് എടുക്കാൻ പറ്റൂല, കാരണം അത്രയും തിരക്കാം. പക്ഷെ എന്നിട്ട് പോലും ഇവർ വിളിച്ചപ്പോൾ എനിക്ക് ആ സമയത്ത് എന്തോ എനിക്ക് എടുക്കാൻ തോന്നി. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഉച്ചയായപ്പോഴാണ്. അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ചേച്ചിയുടെ ഫോൺ എടുക്കണം എന്ന് തോന്നി. പക്ഷേ ചേച്ചിയുടെ ഫോൺ എടുത്തതിന് ശേഷം ഞാൻ ഒരു 1.5 മണിക്കൂറോളം ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ടോ. കാരണം ചേച്ചി വിളിച്ചിട്ട് കരയാണ്. എന്ത് കരച്ചിലാ കരയുന്നത്, ദൂരെ നിന്നിട്ടാണ് ഒരാൾ ഇങ്ങനെ കരയുന്നത്, നമുക്കൊന്ന് തൊട്ട് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. ചേച്ചി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് കയറൊക്കെ എടുത്ത് ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മോളെ, അത് പറഞ്ഞിട്ടാണ് കരയുന്നത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കും. അങ്ങനെ ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ദിവസം വിളക്ക് വെച്ചു, എൻ്റെ ജീവിതത്തിൽ ഒന്നും നടന്നില്ല, ഞാനിനി ഭഗവാനെ സ്നേഹിക്കില്ല, കണ്ണനെ ഞാൻ അത്രയും എൻ്റെ മോനായിട്ട് സ്നേഹിച്ചതാണ്. ചേച്ചി കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഭഗവാനോട് ഞാൻ അത്രയും സ്നേഹം കാണിച്ച്, ഭഗവാനോട് ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ആക്കി, എനിക്ക് അങ്ങനെ പറ്റാഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ കാര്യത്തിൽ മുടക്കം വരുത്തിയില്ല. എന്നിട്ട് ഞാൻ ഭഗവാന് ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വേണ്ട, ഇനി ഞാൻ ഭഗവാനെ വിശ്വസിക്കുന്നില്ല, ഇനി ഞാൻ കണ്ണനെ വേണ്ട എനിക്ക് എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് ചേച്ചി മരിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ കുറേ നേരത്തേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്തംഭിച്ചു പോയി. കാരണം ഒരാൾ എത്രയോ ദൂരത്തിരുന്നിട്ടാണ് എന്നോട് ഇതൊക്കെ വിളിച്ച് പറയുന്നത്. അത് കേൾക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ചേച്ചി ഇങ്ങനെ കുറേ കരഞ്ഞപ്പം കുറേ നേരം സംസാരിച്ച് ഞാൻ ചേച്ചീനെ ആ ഒരു മൂഡുണ്ടല്ലോ, നമുക്ക് ചില നിമിഷത്തിലാണല്ലോ ഇതൊക്കെ തോന്നിപ്പോവാം, ആ ഒരു സിറ്റുവേഷനിൽ ചേച്ചീനെ ഞാൻ മെല്ലെ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം ചേച്ചി കൂളായിട്ട് കരയാതെ സംസാരിച്ച് തുടങ്ങി. ചേച്ചി പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയതാണ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ആ സങ്കടം പിന്നെയും ആവർത്തിച്ച് വന്നപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കരയാണ്. അപ്പം ഞാൻ ചേച്ചീൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. ഇതിൽ നിന്നും വിട്ടിട്ട് അവരെ കുറച്ചുള്ള പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമല്ലോ, ചുമ്മാ അങ്ങനെ സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയുകയാണേ. ചേച്ചി എല്ലാത്തിലും വിശ്വസിക്കും. ഇപ്പം ചേച്ചിയുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു കാലം ഒരു ആരാധനാമൂർത്തി അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പിന്നീട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തോന്നിയിട്ട് പിന്നീട് ഗണപതിനെ കിട്ടുകയാണെങ്കിൽ ഗണപതി വിഘ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗണപതിനാണ് ആരാധിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഗണപതിനെ എങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്നു, ഗണപതിൻ്റെ കാര്യങ്ങൾ, പ്രാർത്ഥന, നാമജപങ്ങൾ ഒക്കെ ഗണപതിൻ്റെ രീതിയിലേക്ക് ജീവിച്ചു. പിന്നീട് മനസ്സിലാവാണ് നമുക്ക് മുരുകനാണ്, മക്കൾ നന്നാവാൻ വേണ്ടി മുരുകനാണെന്ന് തോന്നുമ്പോൾ മുരുകൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലിങ്ങനെ പിന്നെ തോന്നാണല്ല കൃഷ്ണനെ ആരാധിക്കേണ്ടത് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒന്നിനും ഉറച്ചു നിൽക്കാത്ത ഭക്തി ഉണ്ടല്ലോ. അതായത് അതിപ്പോൾ പറയുന്ന പലർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് എല്ലാ ദൈവത്തിനോടും വിശ്വാസം ഉണ്ടാവും, പ്രത്യേകിച്ച് ഇന്നൊരു ആരാധന എന്നുണ്ടാവില്ല. വിഷ്ണു അല്ലെങ്കിൽ ശിവൻ, ഭഗവതി ഒന്നിൽ ഇങ്ങനെ ഉറച്ചിട്ടായിരിക്കില്ല പലരും വിശ്വസിക്കുന്നുണ്ടാവുക. അമ്പലത്തിൽ പോകുമ്പോൾ ഏത് ക്ഷേത്രമാണെങ്കിലും അവിടെ മനസ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇത് എവിടെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഞാൻ ഏതിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ഐഡിയ കിട്ടാത്ത ആൾക്കാർ. ഇപ്പം നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ പോകുമ്പോൾ പറയുകയാണ് എനിക്കിങ്ങനെ വീടിൻ്റെ കാര്യമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാം, ആ ശരി നിങ്ങൾ എയിനെ കണ്ടോളൂ, അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ടോളൂ എന്ന് പറയും. ലൈസൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾ ഈ സെക്ഷനിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്ന പോലെ വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് വിഘ്നേശ്വരനെയും പിന്നെ നമ്മുടെ എന്താ പറയുക സന്താന കാര്യങ്ങളിലൊക്കെ ഒരു അഭിവൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുരുകനെ പ്രാർത്ഥിക്കുക, പിന്നെ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഓരോരോ സെക്ഷൻ ഇതാക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനോട് അങ്ങനെയുള്ളതിനെക്കാട്ടി കൂടുതൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ. നമുക്ക് ശരിയാണ്, നമ്മൾ വിഘ്നേശ്വരനെയാണ് ഒരു തടസ്സങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്.
പക്ഷേ എന്ത് കാര്യം എന്തെങ്കിലും ഒരു തടസ്സം വരുമ്പം ഈ ഒരു ഭഗവാനെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പം ഈ ഒരു ഭഗവാനെ, അങ്ങനെയല്ലാണ്ട് ജീവിതത്തിൽ എന്തിനെങ്കിലും ഒന്നിനെ നിരന്തരം ഉറച്ച് വിശ്വസിക്കുക. അത് ഏത് ദൈവം ആയിക്കോട്ടെ. അല്ലെങ്കിൽ പിന്നെ ഒന്നിനെ മാത്രം എന്നുള്ള രീതിയിലല്ലാണ്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നുണ്ട്, വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റണം. ഇതിങ്ങനെ മനസ്സ് ചഞ്ചലപ്പെടുകയാണ്. ചഞ്ചലപ്പെടുന്നത് ചിലപ്പോൾ ഇവരുടെ പ്രശ്നത്തിന്റെ തീവ്രത കൊണ്ടായിരിക്കും. എവിടെ പ്രാർത്ഥിച്ചാലാണ് ദൈവമേ എൻ്റെ വിളി കേൾക്കുക എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടല്ലോ. അതായത് ചുരുക്കി പറയാന്ന് വെച്ചാൽ നമ്മൾക്കൊരു കാര്യം നടന്നു കിട്ടണം, അതിന് ഞാൻ ആരെ പ്രാർത്ഥിക്കണം, ആരെ പ്രസാദിപ്പിക്കണം എന്നറിയാത്തൊരവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് അത് മാത്രമല്ല, ഒരു സംശയമുള്ളിടത്ത് ഒരിക്കലും ഒരു ഭക്തി ഉറച്ചു നിൽക്കൂല. സംശയം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ചേച്ചി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ 20ാമത്തെ ദിവസം വരെ വിളക്ക് ചേച്ചി എത്ര ബുദ്ധിമുട്ടിയിട്ടും വെച്ചു. പക്ഷേ ആ ഒരു ദിവസം മോൻ ഇങ്ങനെയൊക്കെ കാണിച്ച സമയത്ത് ഇവരുടെ വിഷമം കൊണ്ട് ഇവർ 21ാമത്തെ ദിവസം വിളക്ക് വെച്ചില്ല. ഇനി ഞാൻ വെക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം. അതായത് നിരാശപ്പെടുക, പെട്ടെന്ന് നിരാശപ്പെടുക. ദൈവം നമുക്ക് നമ്മൾ വിചാരിച്ചോണം പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതും അതിനനുസരിച്ച് അങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തൊരു കാര്യമല്ലേ. ഞാൻ പറയട്ടെ, അവരുടെ ജീവിതത്തിൽ ചിലപ്പം അതായിരിക്കില്ല അവർക്ക് ബെറ്റർ. ഞാനിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെച്ചാൽ ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്, ആ ജോലി എനിക്ക് കിട്ടുന്നില്ല. ഇപ്പം എൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്തിരുന്നത് വേറൊരു ജോലിയാണ്. ആ ജോലിയിൽ നിന്ന് എനിക്കൊരു 6 മാസമായപ്പോൾ ഇറങ്ങേണ്ടി വന്നു. അത് വേറെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇറങ്ങേണ്ടി വന്നത്. ആ സമയത്ത് എനിക്ക് പിന്നെ അതുപോലെ വേറൊന്ന് അത്രയേ ഉള്ളൂ കേട്ടോ. ജോലിയുടെ കാര്യത്തിൽ എനിക്കിതില്ലേ കുഴപ്പമില്ല, ഞാൻ വേറെ എന്തെങ്കിലും ഒന്നില്ല, ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരു ജോലി ചെയ്തിരിക്കും എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചതുകൊണ്ട് എന്നെ അത് അത്ര ബാധിച്ചില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും എൻ്റെ ചുറ്റിലുള്ളവർക്ക് ഒരു വിഷമായി. കാരണം നല്ല സാലറി ഉള്ള ഒരു ജോലിയല്ലേ, അത് പോയില്ലേ എന്നൊരു സങ്കടം. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുക, അന്ന് ഞാൻ ആ ജോലിയിൽ തുടർന്ന് പോയിരുന്നെങ്കിലേ ഇന്നത്തെ എൻ്റെ ഈ ഹാപ്പിനെസ് എനിക്ക് കിട്ടൂല. കാരണം ഇന്ന് ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിന് ഓരോ നിമിഷവും ആനന്ദം തരുന്ന രീതിയിലുള്ള ജോലിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല, എനിക്ക് ചെയ്യാൻ ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിൽ ഏർപ്പെട്ട് പല പല കാര്യങ്ങളിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നത് ആ ജോലി പോയതുകൊണ്ടാണ്. ഈ ഒരു യൂട്യൂബ് ചാനൽ ആണെങ്കിൽ പോലും ആ ജോലി ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്നെ അവിടെ ലോക്കാക്കി. കാരണം ഞാൻ 5 മുതൽ രാവിലെ ഒരു 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ, 5:15 വരെ അവിടെ ലോക്കായി കിടക്കും. അതിനുള്ളിൽ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ മാത്രമല്ല, എനിക്കത് ഇഷ്ടപ്പെട്ടൊരു ജോലി ആയിരുന്നില്ല കേട്ടോ. അങ്ങനെ അടങ്ങിയിരുന്നിട്ട് ഒരു ജോലി ചെയ്യാൻ എന്നെ കൊണ്ടെന്തായാലും നടക്കില്ല. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കരയാണ്, ഭഗവാനെ എനിക്ക് ആ ജോലി താ, എനിക്കത് നഷ്ടപ്പെട്ടു പോവല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അതെനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ എന്ത് വിചാരിക്കും, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല. നമ്മൾ ഒരു 10 കാര്യത്തിന് ആഗ്രഹിച്ചിട്ട് 9 നടന്നിട്ട് 10ാമത്തെ കാര്യം നടക്കാണ്ടായ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ മനുഷ്യന്മാരെന്താ പറയാം, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല, ഒന്നും. ആ 9 നമ്മളോട് അങ്ങ് മറന്നുപോകും. ഭഗവാന്റെ കാര്യത്തിൽ എല്ലാവരും പരാതിപ്പെടുന്ന ഒരു കാര്യം അത്. നമുക്ക് ഇത്രയും കാലം നല്ല സന്തോഷം തന്നിട്ട് ഒരു സങ്കടം തന്നു കഴിയുമ്പോൾ നമ്മൾ അറിയും, എൻ്റെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല ഭഗവാനെ, ഞാൻ എന്നെ പ്രാർത്ഥിക്കൂല എന്നൊക്കെ പറഞ്ഞു കളയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ നമ്മൾ ജീവിതത്തിൽ ഇന്നത് സംഭവിക്കണം, ഒന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതെന്തോ അതിനേക്കാൾ വലിയ എന്തോ അനുഭവിക്കാൻ നമുക്ക് ഉണ്ടാവും ചിലപ്പോൾ. ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ ഭഗവതി എന്താണെങ്കിലും ആ ഒരു ശക്തിയിൽ നിന്ന് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് നമുക്കുള്ളത് തന്നെയാണ്. അതാണ് നമുക്ക് ശരി. നമുക്ക് വേണ്ടതേ നമുക്ക് തരുന്നുള്ളൂ, നമുക്ക് നന്മയ്ക്കുള്ളതേ തരുന്നുള്ളൂ. അതായത് ഈ ചേച്ചിയുടെ കാര്യമല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചിക്ക് ആ ഒരു വിഷമം വന്നപ്പോൾ ചേച്ചി ആ സ്പോട്ടിൽ വിട്ടു, ഭഗവാനെ വേണ്ട, ഇനി എന്നോട് ചോദിക്കാം, ഇനി ഞാൻ ആരെയാണ് മോളെ ആരാധിക്കേണ്ടത്. ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ചേച്ചിയുടെ മനസ്സിൻ്റെ ആ ഒരു ചഞ്ചല സ്വഭാവം. അതായത് ചേച്ചിക്ക് മനസ്സിന് അത്രയും പ്രയാസമുണ്ട്, പെട്ടെന്ന് ഇതിനൊരു റിസൾട്ട് വേണം, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരു രീതി. അതിനെ ആരെ ആശ്രയിക്കണം എന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടാ. എന്നോട് പറയുന്ന വിഷമങ്ങൾ കേൾക്കുമ്പോൾ പോലും എനിക്ക് മനസ്സിലാവും. കാരണം അത്രത്തോളം എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ ചേച്ചീനെ അങ്ങനെയും കേട്ട് ഒരാളൊന്ന് കെയർ ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ നേരെ പോകാൻ റെഡിയാണ്. ഞാനിപ്പോൾ ചേച്ചീനോട് പറയാണ്, ചേച്ചി ഇന്ന് മുതൽ ശിവഭഗവാനെ ആരാധിച്ചു നോക്കൂ, അത് 100% ഉറപ്പാണെന്ന് പറഞ്ഞാൽ ചേച്ചീനെ 100 കൊടുത്തിട്ട് ആ ശിവഭഗവാനെ ആരാധിക്കും. അങ്ങനെ നിൽക്കാതെ നമ്മളൊരു ഭക്തി മനസ്സിലുണ്ടെങ്കിൽ ഈ പറയുന്ന പേര് വിളിക്കുന്ന ശിവനോ പാർവതിയോ അല്ലെങ്കിൽ കൃഷ്ണനോ വിഘ്നേശ്വരനോ സുബ്രഹ്മണ്യനോ ഇങ്ങനെയൊന്നും ആവണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു മുറ്റത്ത് നട്ട ചെടിയാണെങ്കിൽ പോലും അതിനോട് നിരന്തരം നമ്മളൊരു ആരാധനയിൽ നിന്ന് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരട്ടിയിലധികം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിരന്തരം ഈ ദൈവങ്ങളെ ഒന്നും മനസ്സിൽ വെക്കാണ്ട് തന്നെ നമ്മളൊരു ദീപം കത്തിച്ചുകൊണ്ട് ആ ജ്വലിക്കുന്ന ദീപനാളത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്ഥിരതയിൽ ഉറച്ചു വിശ്വസിച്ചിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണേ, വിശ്വാസം ഇല്ലാത്തൊരിടത്ത്
അതായത് സംശയം നിലനിൽക്കുന്നൊരിടത്ത് ഭക്തി ഉറയ്ക്കാൻ കുറച്ച് പാടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ വേറെയൊക്കെയോ പറഞ്ഞു പോയി തോന്നുന്നു. അപ്പൊ അങ്ങനെ ആവാണ്ട് നിൽക്കാം. പിന്നെ ഞാൻ പറയട്ടെ, ചില ആൾക്കാർ, ചേച്ചിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് എന്തുകൊണ്ടാണെന്നറിയോ, അതിലുള്ള മുഴുവൻ കാര്യം എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവില്ല. ചേച്ചിയുടെ ജീവിതത്തിൽ അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഞാനതിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചേച്ചിനെ ബാധിക്കുന്നത് എനിക്ക് അറിയാത്തതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഞാൻ പറയുന്നത് മുഴുവനായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവിടെ അത് വെക്കാണേ. ഞാൻ പറയുന്നത് നമ്മളൊരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കാം. കാരണം പൂന്താനം അത്രയും വലിയ ഭക്തനായിട്ട് പോലും അദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടായത് ഒരുപാട് വൈകിട്ടാണ്. ആ വൈകി ഉണ്ടായ കുഞ്ഞിനെ പോലും പിന്നെ ഗുരുവായൂർ ഭഗവാന്റെ അടുത്തുനിന്ന് ചോറൂണ് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ ദിവസം ആ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അപ്പൊ നമ്മളെ കാഴ്ചപ്പാടാണ് നോക്കേണ്ടത്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് എന്താ, ഈ ശ്രീകോവിൽ ഇരിക്കുന്നത് വെറും ഒരു കല്ലാണ്, എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോയി, എനിക്ക് കുഞ്ഞില്ലാത്ത വിഷമം തന്നിട്ട് പോയില്ലേ, പിന്നെ എന്തിനാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്തും പൂന്താനം പറഞ്ഞത് അതിനെ നെഗറ്റീവായിട്ട് എടുത്തില്ല. അപ്പോഴും ഭഗവാനിലുള്ള ഭക്തി അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഓടിക്കളിക്കാൻ ഒരു ഉണ്ണി എൻ്റെ മനസ്സിലുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു ഉണ്ണി എന്ന് ചിന്തിക്കാൻ പറ്റണം മനുഷ്യന്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഭക്തിയിൽ ഉറച്ച് വിശ്വസിക്കുകയാണ്. നമുക്കെല്ലാം തന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു ഇത് നമുക്ക് തോന്നുമ്പോൾ അപ്പോഴേക്കും നമ്മൾ അത്രയും കാലം കൊണ്ടു നടന്ന ഭക്തിയും വിശ്വാസമൊക്കെ ആറ്റിലെറിയാണ് ശരിക്കും. അങ്ങനെ ചെയ്യാണ്ട് എന്ത് സംഭവിച്ചാലും എന്തെല്ലാം ശരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്ത ഒരു കാര്യമാണ്. കാരണം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇത്രയധികം വേദനകൾ തന്നിട്ടും മോള് പിന്നെയും ഭഗവതിനെ ഇങ്ങനെ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കേട്ടോ. ചോദിച്ചത് അങ്ങനെ എന്താ പറയുക, ഭഗവതിയുടെ രീതിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ, അദ്ദേഹമാണ് ചോദിച്ചത്. അപ്പം എനിക്കറിയില്ല, ഞാൻ അവരോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എത്ര വേദനകൾ തന്നാലും അതെല്ലാം തരണം ചെയ്യാനും ഈ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അതായത് എനിക്ക് ഈ ജീവിതത്തിൽ മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് അതിലും വലിയ എന്തെല്ലാം പരീക്ഷണങ്ങൾ തന്നാലും അതൊക്കെ സഹിക്കാനും അതിനെ തരണം ചെയ്യാനും എൻ്റെ ഉള്ളിൽ ഈ ടാസ്ക് തന്ന ഈ അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ എനിക്കതിനെ ജയിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞതും അദ്ദേഹം എൻ്റെ കാൽക്കീഴിൽ വീണിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് എന്നോടുള്ള ഒരു ഇതല്ല കേട്ടോ, അമ്മേനോടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ആ ഒരു ഭഗവതിയോടുള്ള ആ ഒരു ഇമോഷൻ, അതാണ് അദ്ദേഹം കാണിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഇതാണ് ശരിക്കും സാക്ഷാൽ അമ്മ തന്നെ ഈ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞപ്പോൾ ഞാനും കരഞ്ഞുപോയി. കാരണം അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല, പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നൊരു മൊമെൻ്റാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ ടാസ്ക് തന്നാലും അത് തരണം ചെയ്യാനും ഈ ഒരു തന്ന ആൾ നമ്മളെ കൂടെ ഉണ്ട്. നമ്മളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഈ കൈ കൊണ്ടാണ് നമുക്ക് ഈ ടാസ്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും വീണ് പോകില്ല. പക്ഷെ ഇതിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ചാൽ മതി. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അതിനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടിക്കളയാണ്ട് അങ്ങനെ തിരിച്ച് ചിന്തിക്കാം. അതേപോലെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഒരു ദിവസം വിളക്ക് വെച്ചു, അല്ലെങ്കിൽ 3 ദിവസം വിളക്ക് വെച്ചു, 4ാമത്തെ ദിവസം എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, ഉറങ്ങിപ്പോകുന്നു, എനിക്ക് വിളക്ക് വെക്കാനേ പറ്റുന്നില്ല, ക്ഷീണം, ഉറക്ക്, ആ സമയത്ത് അലാറം അടിഞ്ഞിട്ട് പോലും ഉണരാൻ പറ്റുന്നില്ല, വിളക്ക് മുടങ്ങി പോകുന്നു, ഇനി ആദ്യം തൊട്ട് തുടങ്ങണോ, എന്താ ചെയ്യണ്ടേ? അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ പറയുകയാണേ, അത് എന്തുകൊണ്ടായിരിക്കും അറിയോ, നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് എണീറ്റ് ആ കാര്യം വൃത്തിക്ക് ചെയ്യാൻ പറ്റാത്തത് ചിലപ്പോൾ നമ്മളെ ഉള്ളിൽ കിടക്കുന്നത് ബേണിംഗ് ഡിസയർ ആയിരിക്കില്ല. അതായത് നമുക്കൊരു തീവ്രമായ ഒരു ആഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതായിരിക്കില്ല നിങ്ങളെ ഉള്ളിലുണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ഒരു എത്തിപ്പിടിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായൊരു ആഗ്രഹങ്ങളില്ലാത്ത ജീവിതങ്ങളുണ്ട്. ഒരു ഘട്ടം വരെ അങ്ങനെയായിരിക്കും. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒരു, ഞാൻ നല്ല രീതിയിലാട്ടോ പറയുന്നത്, നെഗറ്റീവായിട്ട് എടുക്കല്ലേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണ്. അതായത് നമുക്കൊരു വരം ചോദിക്കും എന്നൊക്കെ പറയുന്ന മാതിരി നിങ്ങൾക്കൊരു ചാൻസ് കിട്ടാണ്. നിങ്ങളിങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ 48 ദിവസം നിങ്ങളിത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തും നടക്കും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് ഒരാൾ തരുമ്പോൾ, എന്നാൽ പിന്നെ അങ്ങനെ പരീക്ഷിച്ച് നോക്കാം. ആ വാക്കുണ്ടല്ലോ, പരീക്ഷിച്ച് നോക്കാം എന്ന് ചിന്തിച്ചിട്ട് വിളക്ക് വെക്കരുത്. അതുകൊണ്ട് കാര്യമില്ല. അതായത് നിങ്ങളെ മനസ്സിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇന്നത് വേണം, നിങ്ങൾ സെലക്ട് ചെയ്യാണ് ഏത് ആഗ്രഹിക്കണം ഇപ്പം എന്നിങ്ങനെ ആലോചിക്കുകയാണ്. നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു റിലാക്സ് ആയിരിക്കുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ, കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നടക്കുമോ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു രീതിയിൽ, അത്ര ഒരു നിസാരതയിൽ ഇത് നടക്കുമോ നോക്കട്ടെ, ഞാൻ ചെയ്ത് നോക്കട്ടെ, ഇങ്ങനെ 48 ദിവസം വിളക്ക് വെച്ചിട്ട് എനിക്ക് അത് നടക്കുമെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ വിളക്ക് വെച്ച് ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹത്തെ സെലക്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ടായിരിക്കണം
നിങ്ങളോട് അങ്ങനെ ഉറങ്ങിപ്പോകുന്നത്. കാരണം നമ്മളെ മനസ്സിനെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഒരു ആഗ്രഹം, ഒരു ലക്ഷ്യം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളുടെ പിറ്റേന്ന് അലാറം അടിയുന്നതിന് മുന്നേ നിങ്ങളോട് ഉണർന്നു പോകും. നിങ്ങൾക്കത് നിരന്തരം നിങ്ങളെ ചിന്തയിലുള്ള ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്ക് മുടങ്ങി പോകില്ല. കൃത്യസമയത്ത് നിങ്ങളോട് ഉണർന്നു പോകും. നിങ്ങൾ ആ സമയമാകുമ്പോൾ അലാറം അടിയുന്നതും നിങ്ങൾ ആ വിരൽ പ്രസ് ചെയ്ത് ഓഫാക്കുന്നത് ഒരുമിച്ചായിരിക്കും. ഒരിക്കലും നമ്മളോട് ഉറങ്ങിപ്പോകില്ല. നമ്മൾ സദാ നേരവും ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ആഗ്രഹമായിരിക്കണത്. അപ്പം അത് ഉറപ്പായിട്ട് നടക്കും. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളെ ജീവിതത്തിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വിളക്ക് വെച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, സത്യമായിട്ടും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഒരു നിസാരവൽക്കരിക്കരുത്. ആ വിളക്കിനെ അത് അത്രത്തോളം പവിത്രമായ ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബേണിംഗ് ഡിസയർ ഉള്ള ആൾക്കാർ ചെയ്താൽ മതി. അല്ലാത്തവരുടെ ജീവിതത്തിൽ ഇനിയും സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സമയം കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതുപോലെയുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ ഒരു കര പിടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ജീവിതത്തിൽ ഒരു നല്ലൊരു മാർഗം കിട്ടാൻ വേണ്ടിയിട്ട് വെന്തുരുകി ജീവിക്കുന്ന കുറേ മനസ്സുകളുണ്ടാവും. അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വിളക്ക് ഉറപ്പായിട്ടും ഫലിക്കും. എന്തെങ്കിലും ഒരു വെളിച്ചം ഉറപ്പായിട്ടും വെച്ചാൽ എന്ന് വിചാരിച്ചിട്ട് ഈ വിളക്ക് വെച്ച് നാളെ ഞാനിപ്പോൾ ഇത്രയും വലിയൊരു സാലറിയുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് ഇതൊക്കെ എഴുതി തയ്യാറാക്കി വിളക്കും വെച്ചു. ഇനി 48 കഴിയുമ്പം എനിക്ക് ഈ ജോലി വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളങ്ങനെ ചുമ്മാ ഇരിക്കരുത്. അത് ചെയ്യും തോറും നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയുക സാധ്യതകൾ, സൂചനകൾ ഇങ്ങനെ ഇട്ട് തരിക ചെയ്യാം. പരിശ്രമിക്കണം. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹം എഴുതി, എന്നിട്ട് ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ ആ ശ്രമങ്ങളൊക്കെ എളുപ്പമാക്കി തരും. അതിന് എന്തില് പോകണം, എവിടെ പരിശ്രമിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മളെ തട്ടിക്കുട്ടി ആ ഒരു റൂട്ടിലേക്ക് ആക്കി തരും, വഴി കാണിച്ചു തരും. ആ വഴിയിൽ നമ്മളാണ് നടന്നു പോകേണ്ടത്. അല്ലാണ്ട് അങ്ങോട്ടേക്കൊന്നും ഒരു എഫേർട്ടും എടുക്കാണ്ട് ഈ ഒരു ആഗ്രഹം അങ്ങനെ എഴുതിയതിന്റെ പേരിൽ കയ്യിൽ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിൽ വീഴുന്ന ഒരു രീതിയിലുള്ള ഒരു വരം തരലല്ല ഈ ഒരു വിളക്കിന്റെ ഫലം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ പറയാട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, വേറൊരു കാര്യം ഞാൻ പരീക്ഷിച്ച് നോക്കി എന്നുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കേൾക്കുന്നതാണ്, പക്ഷെ ഞാനിതുവരെ ചെയ്ത് നോക്കിയില്ല. സംഭവം ഇതാണ്, നമ്മൾ ഒരു പൊട്ടുന്ന കുപ്പി എടുക്കാം. അതായത് ചില്ല് കുപ്പിയില്ലേ, താഴെ വീണ പൊട്ടി പോകുന്ന ടൈപ്പ് കുപ്പി എടുക്കാം. ആ കുപ്പി നല്ല ക്ലീൻ ആയിരിക്കണം, ജലാംശമൊന്നും ഇല്ലാണ്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ നല്ല കുപ്പിയിൽ, വൃത്തിയുള്ള ഒരു കുപ്പിയിൽ നിങ്ങൾ ഇത്രയുള്ള ഒരു കുപ്പിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 3/4 ഭാഗത്തോളം കല്ലുപ്പ് നിറയ്ക്കുക. കല്ലുപ്പ് നിറയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കിച്ചണിൽ ഇങ്ങനെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഉപ്പൊന്നും എടുക്കണ്ട, പുതിയൊരു പാക്കറ്റ് അതിനായിട്ട് വാങ്ങുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഈ ഒരു ചില്ല് കുപ്പിയിലേക്ക് നിറയ്ക്കുക. 3/4 ഭാഗത്തോളം ആവുന്ന സമയത്ത് ആ ഉപ്പിനകത്തേക്ക് ഒരു മഞ്ഞളിന്റെ കഷ്ണം ഉണ്ടാവില്ലേ, ഇത്രയൊക്കെയുള്ള ഒരു മഞ്ഞൾ കഷ്ണം ഉണ്ടാവുമല്ലോ, മഞ്ഞളിന്റെ കഷ്ണം കുത്തി ഇറക്കി വെക്കാം. അതോടൊപ്പം വയമ്പ് വെക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ വയമ്പ് ഞാൻ ഇവിടെ വെച്ചത് കാണാനില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞൾ മാത്രമേ കുത്തി വെച്ചുള്ളൂ. അങ്ങനെ മഞ്ഞളും വയമ്പുണ്ടെങ്കിൽ വയമ്പും, ഇത് രണ്ടും കൂടെ കുത്തി ഇറക്കി വെക്കാം. ഞാൻ മഞ്ഞൾ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. മഞ്ഞൾ കുത്തി വെക്കാം, നല്ലോണം പോലെ ആഴത്തിലേക്ക് കുത്തി വെച്ചതിന് ശേഷം ബാക്കി നിങ്ങൾ ആ മൂടി ഇടുന്ന അതുവരെ, ആ ഹൈറ്റ് വരെ കല്ലുപ്പ് നിറയ്ക്കുക. ഇത് മൂടി എയർ ടൈറ്റ് ആക്കി, നല്ല ടൈറ്റാക്കി മൂടി വെച്ചതിന് ശേഷം ഒന്നുകിൽ ഞാൻ വെച്ചിരിക്കുന്നത് എൻ്റെ വിളക്കൊക്കെ കത്തിക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതിൽ ശിവഭഗവാനെ വെച്ചതിൻ്റെ പിൻഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ അവിടെയാണ് ആ കുപ്പി വെച്ചിരിക്കുന്നത്. അത് ഡോറിൻ്റെ സൈഡിലായിട്ട് വരും, മെയിൻ ഡോറിൻ്റെ സൈഡിലായിട്ട് വരും. നിങ്ങൾക്കത് വീട്ടിൽ എവിടെ വേണമെങ്കിലും നല്ല വൃത്തിയുള്ള, എന്താ പറയുക, നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത്, ഒരിക്കലും നമ്മളൊരു പൂജാമുറി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരിക്കലും ഒരു അശുദ്ധമായിട്ടുള്ള ഒന്നും വരുന്നില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നേ എവിടെയെങ്കിലും ആ കുപ്പി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും. പിന്നെ പണത്തിന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പൈസ വരുന്നൊക്കെ പറയില്ലേ, ശരിക്കും എനിക്കത് അത്ഭുതപ്പെട്ടു കേട്ടോ. അത് വെച്ചതിന് ശേഷം ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് കുറേ പൈസ അങ്ങോട്ട് വന്നു. പക്ഷേ വെറുതെ വന്നതല്ല കേട്ടോ, എനിക്ക് അത്രയും കേക്കിൻ്റെ ഓർഡറുകൾ പെട്ടെന്നൊരു ബൾക്ക് ഓർഡർ കിട്ടി. മേലെ ഓർഡർ, ഇത്ര കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഓർഡർ ഇല്ലാണ്ടിരിക്കുകയും പെട്ടെന്ന് കുറച്ചധികം ഓർഡർ വന്നു. സ്ഥിരമായിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ, ആഴ്ചയിൽ ഇത്ര എന്നുള്ള രീതിയിലൊക്കെയുള്ള ഓർഡർ വന്നു. അത് ഒരിടത്തുനിന്നല്ല കേട്ടോ, 2-3 ഇടത്തുനിന്ന് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഡെയിലി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതും ആഴ്ചയിൽ ഇന്ന ദിവസം മാത്രം, എല്ലാ ഡേയും ഈ ഒരു ദിവസം വരുമ്പോൾ ഇത്ര ഓർഡർ തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിയിൽ അങ്ങനെ ആൾക്കാർ ചോദിച്ചു വന്നു കേട്ടോ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ അതിനെ സംസാരിച്ച ആ രീതിയിലേക്ക് ആക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ മയിൽപ്പീലി തെറ്റിപ്പെട്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ, അത് സെയിലായിട്ടോ. അത് ഞാനിങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചതാണ്. അപ്പം അത് സെയിലായി. അപ്പം അതിൻ്റെ ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് വരികയാണ്. അങ്ങനെ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ, പൈസ നമ്മളിലേക്ക് വരുന്ന പോലെ, പൈസ മാത്രമല്ല കേട്ടോ, പ്രതീക്ഷിക്കാണ്ട് വസ്ത്രങ്ങൾ, എന്താ പറയുക, എല്ലാം നല്ല രീതിയിൽ നമുക്കിങ്ങനെ വീട്ടിലേക്ക് കാര്യങ്ങൾ വരുന്ന പോലെ.
എന്താ പറയുക, ഐശ്വര്യം വന്ന പോലെ, ഒരു സമാധാനവും സന്തോഷമൊക്കെ വന്ന പോലെ. എനിക്ക് ഇതൊക്കെയാണ് കേട്ടോ വന്നത്. ഭയങ്കര വലിയ ഇതൊന്നുമല്ല, എന്നാലും ഇതെനിക്ക് നല്ല അത് വെച്ചപ്പോൾ ഒരു മാറ്റം ഉണ്ടല്ലോ. നമ്മളെ മനസ്സ് ഓൾറെഡി അങ്ങനെ പ്രതീക്ഷിക്കുമല്ലോ, ഇത് വെച്ചതുകൊണ്ട് ഇന്നത് സംഭവിക്കും. അപ്പം ഞാനതിങ്ങനെ ആകർഷിക്കുന്നുണ്ടാവും ശരിക്കും, അതുകൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവാം. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ. എനിക്കെന്തായാലും അത് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. എന്ന് വെച്ചാൽ പൈസയ്ക്ക് ഒരു പെട്ടെന്നൊരു ഒരു സോഴ്സ് കിട്ടിയ പോലെ. എനിക്ക് വെച്ചാൽ നമ്മൾ പണിയെടുത്താൽ ഇങ്ങനെ പൈസ കിട്ടാം എന്നുള്ളൊരു ചാൻസ് ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്ന പോലെ അങ്ങനെ വന്നിട്ടുണ്ട്. അക്കൗണ്ടിൽ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെയല്ല, ഒരു പൈസ വരുന്നുണ്ട്. എന്തായാലും പൈസ വരും. നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ. അത് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങളടുത്ത് പറയൂന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യുന്ന സമയത്ത് ഞാനത് വീഡിയോ എടുത്ത് വെക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചേ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ ഇങ്ങനെ ഉപ്പൊക്കെ ഇടുന്നതും. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും ഞാനൊരു തവണ വെച്ച് നോക്കട്ടെ, എന്നിട്ട് സക്സസ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ വെച്ച് നോക്കൂ. ഇനിയിപ്പോൾ കുറേ ആൾക്കാർ നാമജപത്തിൻ്റെതും പിന്നെ ജപമാല, പിന്നെന്താണ് ഉപ്പ് ദീപം, വെറ്റില ദീപം, ഇതൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയൂടാ, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ. നാമജപം ഒന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. എനിക്ക് മനസ്സിന് ഞാൻ ഓക്കെയാണ്, എനിക്കിപ്പോൾ ചൊല്ലാം എന്ന് തോന്നുമ്പോൾ ഞാനത് ചൊല്ലുന്നു എന്നല്ലാണ്ട് അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ കൂടുതൽ അന്വേഷിച്ചിറങ്ങാനും പോകില്ല. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ പലയിടത്തുനിന്ന് പല ഉത്തരം കിട്ടും. അപ്പം നമ്മളെ മനസ്സാകെ കൺഫ്യൂഷനായി, അയ്യോ ഇനി എന്ത് ചെയ്യും, ഇതിലേതാപ്പം ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു അതൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ പോകില്ല. എന്നിട്ട് ഞാൻ എനിക്ക് ഉതകുന്ന രീതിയിൽ എല്ലാം ഭഗവാനിൽ സമർപ്പിക്കും. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണം. വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് ഞാനത് ചെയ്യുന്നില്ലല്ലോ. ഇപ്പൊ നാമം ചൊല്ലുകയാണെങ്കിൽ പോലും അത് അതിലുള്ള തെറ്റും ശരിയും എല്ലാം അവിടത്തേക്ക് തന്നെ ഭഗവാന്, അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഭഗവാന്. അപ്പോൾ എന്നെ നേർവഴി കാട്ടിയിട്ട് എൻ്റെ നാവില് സരസ്വതി നിൽക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ നാമം ചൊല്ലുന്നല്ലാണ്ട് ഞാനങ്ങനെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഇതാക്കലില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒരു ജീവിതം സെലക്ട് ചെയ്ത് അതിൽ തന്നെ അങ്ങനെ പോകണം. അങ്ങനെ എനിക്കിപ്പോൾ എന്തായാലും സാധിക്കില്ല. കാരണം ഞാൻ എൻ്റെ ഒരു കുടുംബമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ഒരാളാണ്. ഭർത്താവ്, മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്ഷേത്രം പോലെ ഒന്ന് ആക്കി മാറ്റി അങ്ങനെ ഒരു ഭക്തിയൊന്നും അല്ല കേട്ടോ എൻ്റെത്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ കുറേ പേര് എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഞാനൊരു ഭയങ്കര ഭക്തയാണെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ അല്ലാണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ചെയ്യുന്ന സമയത്ത് അത് മനസ്സ് സമർപ്പിച്ച് ചെയ്യും. എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണമായ സമർപ്പണത്തോടു കൂടി ചെയ്യാം എന്നാൽ അത് ഭംഗിയാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്ന് ഇത്രയും കഥയൊക്കെ പറയുന്നുള്ളൂ. ഞാനൊരു ചേച്ചിയുടെ കഥ ഇതിൽ പൂർത്തിയാവാത്ത രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു പൂർത്തിയാവും. അതെനിക്കും കൂടി ഒരു എന്താ പറയുക, ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. അപ്പം ചേച്ചിയുടെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം വന്നതിന് ശേഷം ഞാൻ അത് ചേച്ചിയുടെ സമ്മതത്തോടു കൂടി എല്ലാം നല്ല രീതിയിൽ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും കേട്ടോ ആ കഥ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഞാനിവിടെ ഹാപ്പിയാണ്. ടാറ്റാ.